കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. പാർട്ടിക്കുള്ളിൽ നിന്ന് സമ്മർദ്ദമുയർന്ന സാഹചര്യത്തിലാണ് രാജി. ഈ വർഷം ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ പാർട്ടി പരാജയപ്പെടുമെന്ന സർവേ ഫലങ്ങൾ പുറത്തുവന്നിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി വിശ്വനാഥൻ ചേരുന്നു. അശ്വതി, ഏതാണെങ്കിലും 9 വർഷം നീണ്ട ഭരണത്തിന് ശേഷം ഇപ്പോൾ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തന്നെ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അവിടുത്തെ ഭരണാന്തരീക്ഷം എത്തരത്തിലാണ് മാറുന്നത്? സംഗീത, ഒരുപാട് ചർച്ചകൾക്ക് ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. 2015 ഇദ്ദേഹം കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. ഏകദേശം 9 വർഷമായി ആ ഒരു പദവിയിൽ തുടരുന്ന വ്യക്തിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ ട്രൂഡോയുടെ പാർട്ടിയുടെ മോശം പ്രകടനമാണ് അദ്ദേഹത്തിന് ഈ ഒരു പദവി ഒഴിയാനുള്ള പ്രധാന കാരണം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ട്രൂഡോ സ്ഥാനമൊഴിയണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഏകദേശം 20ഓളം MP-മാരാണ് ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനത്തിൽ ഒപ്പിട്ടിരുന്നത്. ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിരുന്നു. പണപ്പെരുപ്പം, ഭവന പ്രതിസന്ധി, കുടിയേറ്റം തുടങ്ങിയ നിരവധി പ്രതിസന്ധികളായിരുന്നു ട്രൂഡോ സർക്കാർ നേരിട്ടിരുന്നത്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള ക്രിസ്റ്റിയ ഫ്രീൻലാൻഡ് ഈ അടുത്ത് ഡിസംബർ 16 രാജിവെച്ചിരുന്നു. ട്രൂഡോയോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജിയുടെ പ്രധാന കാരണം. മാത്രമല്ല, നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളിൽ ട്രൂഡോയുമായിട്ട് വിയോജിപ്പ് ഉണ്ടാവുകയും അപ്രതീക്ഷിത നീക്കത്തിലൂടെ രാജി പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് പേരുടെ വിമർശനങ്ങളും വിയോജിപ്പും നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ട്രൂഡോ. മാത്രമല്ല, ഈ വർഷം ഒക്ടോബറിലാണ് അവിടെ കനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ പാർട്ടിയായിട്ടുള്ള ലിബറൽ പാർട്ടി പരാജയം നേരിടും എന്നുള്ള സർവേ ഫലങ്ങളും റിപ്പോർട്ട് വന്നിരുന്നു. ഈ ഒരു സമ്മർദ്ദത്തിനൊടുവിലാണ് അദ്ദേഹം രാജിവെക്കുന്നത്. അദ്ദേഹം ഇനിയൊരു അടുത്ത പ്രധാനമന്ത്രി സ്ഥാനം ഏൽക്കുന്നത് വരെ അദ്ദേഹം ആ ഒരു പദവിയിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല സംഗീത. ശരി അശ്വതി, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് സമ്മർദ്ദമുയർന്ന സാഹചര്യത്തിലാണ് രാജി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അശ്വതി വിശ്വനാഥനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.